മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയഘട്ടത്തിൽ വലിയ തർക്കങ്ങളും അതൃപ്തിയും അസ്വാരസ്യങ്ങളും പൊട്ടിത്തെറിയും ഒക്കെ പതിവാണ്. പക്ഷേ ഇത്തവണ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അത് വലിയ പൊട്ടിത്തെറിയായി മാറി എന്ന് മാത്രം. അത് കോൺഗ്രസിൽ മാത്രമല്ല കേട്ടോ, സുധാകരനിലും എൽദോസിലും ദീപ്തിയിലും മാത്രം ഒതുങ്ങുന്നതേ അല്ല ആ പൊട്ടിത്തെറി. ലീഗിൽ കേട്ടു, BJP-യിൽ കേട്ടു, CPM-ൽ, CPI-യിൽ എന്ന് വേണ്ട മത്സരരംഗത്തുള്ള എല്ലാ പാർട്ടികളിൽ നിന്നും കേട്ടു അസ്വാരസ്യങ്ങളും തർക്കങ്ങളും. ഏതായാലും രാഷ്ട്രീയ കേരളം കണ്ണും കാതും കൂർപ്പിച്ച് കാത്തിരിക്കുകയാണ്. കണ്ണൂർ സീറ്റ് ലഭിക്കാത്തതിൽ തൽക്കാലം പാർട്ടിയെ തള്ളാതെ പാർട്ടിയാണ് വലുത്, താൻ എത്രയോ ചെറുതാണ് എന്നൊക്കെ വിനയാന്വിതനായി പറഞ്ഞ് ഡൽഹിയിൽ നിന്ന് കണ്ണൂരിലേക്ക് പറന്നെത്തിയ സുധാകരൻ യാത്രാക്ഷീണമൊക്കെ മാറുമ്പോൾ അത് മാറ്റി പറയുമോ എന്നൊരു സംശയം ഇല്ലാതില്ല. അങ്ങനെ വഴങ്ങുന്ന സ്വഭാവക്കാരനല്ലല്ലോ സുധാകരൻ, അങ്ങനെയല്ല കണ്ടിട്ടുള്ളത്. ഇനി പ്രചാരണ ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ സുധാകരൻ്റെ നീക്കുപോക്കുകൾ എങ്ങനെയായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിലായി പോയി ഇത്തവണത്തെ ചെറിയ പെരുന്നാൾ. ഏവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. പ്രധാന തലക്കെട്ടുകൾ നോക്കി വിശദമായ വാർത്തകളിലേക്ക് വരാം. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മത്സരചിത്രം തെളിഞ്ഞു. പ്രചാരണം കൊഴുപ്പിക്കാൻ മുന്നണികൾ. സീറ്റില്ലാത്ത കെ സുധാകരന്റെയും എൽദോസ് കുന്നപ്പള്ളിയുടെയും തുടർ നീക്കം വീക്ഷിച്ച് കോൺഗ്രസ്. ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ കെ സുധാകരന് മട്ടന്നൂരിൽ ഉജ്ജ്വല സ്വീകരണം. BJP-യുടെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന്. RJD വിട്ട വി സുരേന്ദ്രൻപിള്ള തിരുവനന്തപുരം സെൻട്രലിൽ BJP സ്ഥാനാർത്ഥിയായേക്കും. തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനം തിങ്കളാഴ്ച. സംസ്ഥാനത്ത് ഇന്ന് ചെറിയ പെരുന്നാൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥനകൾ. ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളും ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. യുദ്ധം തുടങ്ങി 20ാം ദിനവും പശ്ചിമേഷ്യ അശാന്തം. ഇറാനിൽ ആക്രമണം തുടർന്ന് ഇസ്രയേൽ. ടെഹ്റാനിൽ വൻ സ്ഫോടനം നടന്നതായി റിപ്പോർട്ട്. ജെറുസലേമിലും ആക്രമണം. അമേരിക്കയ്ക്കും ഇസ്രയേലിനും താവളം നൽകുന്നത് ഗൾഫ് രാജ്യങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഇറാൻ. കഞ്ചാവ് തോട്ടങ്ങൾ കണ്ടെത്താനുള്ള ഓപ്പറേഷൻ സി ഹണ്ട് തുടരുന്നു. എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇടുക്കിയിലെ തോട്ടങ്ങളിൽ കർശന പരിശോധന. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമായതോടെ പ്രചാരണം കൊഴുപ്പിച്ചിരിക്കുകയാണ് മുന്നണികൾ. കെ സുധാകരന്റെയും എൽദോസ് കുന്നപ്പള്ളിയുടെയും തുടർ നീക്കം വീക്ഷിക്കുകയാണ് കോൺഗ്രസ്. RJD വിട്ട വി സുരേന്ദ്രൻപിള്ളയെ തിരുവനന്തപുരം സെൻട്രലിൽ BJP സ്ഥാനാർത്ഥിയായി ഇന്ന് പ്രഖ്യാപിച്ചേക്കും. കൂടുതൽ വിവരങ്ങളുമായി അൻഫിട്ട് ഡിസൂസ ചേരുകയാണ്. അൻഫിട്ട്, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് അധികം ദിവസങ്ങളില്ല, വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. നാമനിർദ്ദേശ പത്രിക നൽകേണ്ടത് തിങ്കളാഴ്ചയാണ്. ഇനിയിപ്പോൾ ദിവസങ്ങളൊന്നുമില്ല. എങ്ങനെയാണ് മുന്നണികളുടെയൊക്കെ മുന്നോട്ടുള്ള പോക്ക്? തീർച്ചയായും ഒരു മത്സര ചിത്രം ഇന്നലെ രാത്രിയോടുകൂടി പൂർണ്ണമായി. കാരണം രാത്രി 10 മണിയോടുകൂടി കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട പട്ടിക അനിശ്ചിതങ്ങൾക്കും ആകാംക്ഷയ്ക്കുമൊക്കെ ഒടുവിൽ കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് ചിത്രം പുറത്തു വന്നതോടുകൂടി ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മുന്നണികളുടെ സ്ഥാനാർത്ഥി ചിത്രമൊക്കെ പൂർത്തിയാവുകയാണ്. ഏറെക്കുറെ 1-2 മണ്ഡലങ്ങളിൽ 1-2 പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ മാറിയാൽ ഏറെക്കുറെ എല്ലായിടത്തും ഇപ്പോൾ കോവളത്ത് തിരുവനന്തപുരത്ത് പറയുകയാണെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആരെന്ന് പ്രഖ്യാപിക്കണം, BJP-യുടെ സ്ഥാനാർത്ഥി ആരെന്ന് പ്രഖ്യാപിക്കണം. അങ്ങനെ 1-2 സ്ഥാനാർത്ഥികളെ ഒഴിച്ചിട്ടാൽ ഏറെക്കുറെ സ്ഥാനാർത്ഥികളുടെ ചിത്രം പൂർണ്ണ ചിത്രം തെളിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ തെരഞ്ഞെടുപ്പ് ആ കളത്തിലേക്ക് ആവേശത്തോടുകൂടി തന്നെയാണ് മുന്നണികളൊക്കെ തന്നെയും ഇറങ്ങുന്നത്. പലയിടത്തും കടുത്ത പോരാട്ടം, കടുത്ത ത്രികോണം, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒട്ടേറെ നിയമസഭാ മണ്ഡലങ്ങൾ ഇത്തവണ ഈ സംസ്ഥാനത്ത് 2026 ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. കാരണം BJP ശക്തമായ തേരോട്ടമാണ് ഇത്തവണ സംസ്ഥാനം നടത്തുന്നത്. പല മണ്ഡലങ്ങളും ശക്തമായ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ഏറെ പ്രതീക്ഷയാണ് BJP കൂടി കളത്തിലേറെ പ്രതീക്ഷയോടുകൂടി വന്നതോടുകൂടിയാണ് ഒട്ടേറെ മണ്ഡലങ്ങളിലാണ് തീപാറുന്ന പോരാട്ടം ഇത്തവണ. ത്രികോണ മത്സരം ഇത്തവണ ഒട്ടേറെ മണ്ഡലങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാ രീതിയിലും വളരെ ശക്തമായൊരു മത്സരമാണ്. കണ്ണും കാതും കൂർപ്പിച്ച് തന്നെയാണ് മത്സരത്തിനായി പ്രചാരണത്തിനായി ദിവസങ്ങൾ വളരെ കുറവാണ് എന്നതും മറ്റൊരു സവിശേഷതയാണ് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ.
ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങുന്നത് ഇടതുമുന്നണി, അതായത് CPM-ഉം CPI-യും ആദ്യ ദിവസം തന്നെ സ്ഥാനാർത്ഥി വിജ്ഞാപനം വന്ന് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ഈ പ്രചാരണവുമായി, അതായത് റോഡ് ഷോ അടക്കം പ്രചാരണവുമായി കളം പിടിക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ തൊട്ടടുത്ത ദിവസം BJP ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയുമായി BJP വരുന്നു. ആ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള സ്റ്റാർ മണ്ഡലങ്ങളിലെ സ്റ്റാർ സ്ഥാനാർത്ഥികൾ കരുത്തന്മാർ തന്നെ കളത്തിലിറങ്ങി പ്രചാരണത്തിന് റോഡ് ഷോയ്ക്കുമൊക്കെ നയിക്കുന്നു. അതിനുശേഷം 2 ദിവസം വൈകി ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയുമായി കോൺഗ്രസും വരുന്നു. അതിനു മുമ്പ് തന്നെ കരുത്തന്മാരൊക്കെ തന്നെ കളത്തിലിറങ്ങി കഴിഞ്ഞിരുന്നു. പിന്നീട് ഏറ്റവും കൂടുതൽ അനിശ്ചിതത്വവും പ്രതിസന്ധിയും ഒക്കെ ഉടലെടുത്തത് കോൺഗ്രസിലായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. 4 ദിനരാത്രങ്ങൾ നീണ്ട പ്രതിസന്ധിക്കും വെല്ലുവിളികൾക്കും ഒടുവിൽ കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥി പട്ടികയുടെ ചിത്രം പൂർണ്ണമായി ഇന്നലെ രാത്രിയോടുകൂടി. അതോടുകൂടി സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളൊക്കെ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അതായത് 20 താഴെ ദിവസങ്ങൾ മാത്രമേ. ആ നിശബ്ദ പ്രചാരണം ഉൾപ്പെടെ നിശബ്ദ പ്രചാരണത്തിന് തൊട്ട് തലേന്ന് നോക്കുകയാണെങ്കിൽ 20 താഴെ ദിവസങ്ങൾ മാത്രമേ സംസ്ഥാനത്ത് പരസ്യ പ്രചാരണത്തിനായി മുന്നണികൾക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ ഇന്നിപ്പോൾ ഈദ് പെരുന്നാളിന്റെ ബഹളവും തിരക്കുമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈദ് പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ പലയിടത്തും ഈദ് നമസ്കാരത്തിനായി എത്തുമ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ആവേശത്തോടുകൂടി, കാരണം എല്ലാവരെയും വോട്ടർമാരെയൊക്കെ കൂട്ടത്തോടുകൂടി കാണാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ട് പലയിടത്തും പള്ളികളിൽ രാവിലെ തന്നെ ഈദ് നമസ്കാരം നടക്കുമ്പോഴൊക്കെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ ഒരു കൂട്ടത്തോടുള്ള വരവും വോട്ടഭ്യർത്ഥനയുള്ള കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ആ കാഴ്ചയും കാണാൻ കഴിയും. ഒപ്പം തന്നെയും അതിനുശേഷം പിന്നെ ഈസ്റ്ററിലേക്ക് പോകുന്നു. ഏപ്രിൽ ആദ്യവാരം വിശുദ്ധവാരം തുടങ്ങുന്നു. ഈസ്റ്ററുമായി ബന്ധപ്പെട്ട ആചാരക്രമങ്ങളും ഒക്കെ വരുന്ന സമയത്തൊക്കെ അവിടെ സ്ഥാനാർത്ഥികൾ, അങ്ങനെ ഇനിയുള്ള ദിവസം എന്ന് പറയുന്നത് വലിയ രീതിയിൽ തന്നെയാണ് ആവേശം. റോഡ് ഷോയും ഒക്കെയായി കളം പിടിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ തന്നെയാകും മായ തീർച്ചയായും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുൻപൊക്കെ ഉണ്ടാവാറുണ്ട്, എന്നിരുന്നാൽ പോലും വലിയ അസ്വാരസ്യങ്ങൾ, അതൃപ്തി, അതൊക്കെ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് അത് ഒരു പാർട്ടിയിൽ മാത്രമൊന്നുമല്ല, വിവിധ മുന്നണികളിൽ അത് പ്രകടമാണ്. അതോടൊപ്പം തന്നെ ശ്രദ്ധേയമായ മറ്റൊന്ന്, ഈ സ്ഥാനമുറപ്പിച്ച സ്ഥാനാർത്ഥികളുണ്ടല്ലോ, അവരൊക്കെ ആദ്യം തന്നെ ജനങ്ങളിലേക്ക് വരുന്നത് റോഡ് ഷോയിലൂടെയാണ്. മുൻപൊന്നും നമ്മുടെ സംസ്ഥാനത്ത് ഇത്ര വ്യക്തമായി ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പ്രചരണത്തിലും വലിയ മാറ്റങ്ങളാണെന്ന് തോന്നുന്നു ഇത്തവണ ഉണ്ടായത് വിവിധ മുന്നണികളിൽ. തോന്നിയില്ലേ അത്? തീർച്ചയായും മായ, കാരണം ഇത്തവണ പ്രതീക്ഷിക്കുന്ന വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് വളരെ നേരത്തെ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു. അപ്പോൾ ഒരു 25, ഒരു മാസം പോലുമില്ല, 25-24 ദിവസം മാത്രമായി, അല്ലെങ്കിൽ വളരെ കുറച്ച്, ഒരു മാസത്തെ താഴെ ദിവസം മാത്രം പരസ്യ പ്രചാരണത്തിൽ കിട്ടുമ്പോൾ ആദ്യമേ തന്നെ റോഡ് ഷോ എടുത്ത് കളം പിടിക്കുകയാണ് ഇടതുമുന്നണി. അതായത് പ്രത്യേകിച്ച് CPM-ഉം CPI-യും ആദ്യമേ പ്രഖ്യാപിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് വരുന്നു, അതിന്റെ വിജ്ഞാപനത്തിന് തൊട്ട് പിന്നാലെ മണിക്കൂറുകൾക്കകം ഞങ്ങൾ പ്രഖ്യാപിക്കും, കാരണം ഞങ്ങൾക്കിനി അതിനകത്ത് തർക്കങ്ങളൊന്നുമില്ല എന്ന് ആദ്യമേ അവർ ഓരോ വാർത്താ സമ്മേളനം നടത്തുമ്പോഴും ടി.പി. രാമകൃഷ്ണനായാലും ബിനോയ് വിശ്വമായാലും ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ അത് തെളിയിക്കണമെങ്കിൽ അവർക്ക് ഒരു റോഡ് ഷോയിൽ കൂടെ തന്നെയാണ് അത് നടത്തേണ്ടത്. കാരണം റോഡ് ഷോ അത് AK സെന്ററിൽ നിന്ന് VK പ്രശാന്ത് വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥി റോഡ് ഷോ നടത്തുന്നു. ഒപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ, ഒപ്പം തന്നെ ശിവൻകുട്ടി, തലസ്ഥാനത്ത് 3 ജില്ല, അത് മറ്റിടത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ നിന്ന് അവർ നൽകുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് റോഡ് ഷോ നടത്തി ഞങ്ങൾ അത്രത്തോളം സജ്ജമാണ് എന്ന് അവർ ആദ്യം കാണിച്ചു കൊടുക്കുന്നു. തൊട്ടടുത്ത ദിവസം BJP-യുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ അവിടെ രാജീവ് ചന്ദ്രശേഖർ, മാർഷിയിലേക്ക് അടക്കം കരുത്തരൊക്കെ തന്നെ, V മുരളീധരൻ അടക്കമുള്ള എല്ലാ പ്രബലരും തന്നെയും തൊട്ടടുത്ത ദിവസം ഈ റോഡ് ഷോ ഒരു മെസ്സേജാണ്. കാരണം ആദ്യമേ തന്നെ റോഡ് ഷോയിലൂടെ കളം പിടിക്കുമ്പോൾ എല്ലാ രീതിയിലും പ്രചാരണത്തിൻ്റെ ദിവസങ്ങൾ കുറഞ്ഞാൽ പോലും ഞങ്ങളൊക്കെ ഇവിടെ കളം പിടിച്ചു കഴിഞ്ഞു, ഞങ്ങൾ പൂർണ്ണമായി സജ്ജമാണ് എന്ന് വോട്ടർമാരെ അറിയിക്കുന്ന, ഈ തെരഞ്ഞെടുപ്പ് കളത്തിൽ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു എന്ന് അറിയിക്കുന്ന ഒരു മെസ്സേജ് കൂടിയാണ് റോഡ് ഷോ. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിലെ ഇവർ റോഡ് ഷോ നടത്തി കളം പിടിക്കുന്നത്. മാത്രമല്ല വോട്ടഭ്യർത്ഥന വീടുകൾ തോറുമുള്ള സ്ഥലങ്ങളിൽ, അത് വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നതും അതോടൊപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആദ്യമേ റോഡ് ഷോകൾ കൊണ്ട് പൂർണ്ണമായി റോഡ് ഷോ കൊണ്ട് കളം പിടിച്ച അവിടെ മത്സര ചിത്രം, അതായത് മത്സരത്തിൽ പ്രചാരണ രംഗം കൊഴുപ്പിക്കുക, അത് തന്നെയാണ് 3 മുന്നണികളും ഇവിടെ ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി തന്നെ കോൺഗ്രസ് നമ്മൾ കണ്ടതാണ്, ഈ പ്രഖ്യാപനം വൈകുന്നതിന് മുമ്പ് തന്നെ കളം നിറഞ്ഞു പല സ്ഥാനാർത്ഥികളും. ഈ TN പ്രതാപനെ നമ്മൾ അവിടെ കാണുന്നു, മണലൂരിൽ കാണുന്നു, വട്ടിയൂർക്കാവ് K മുരളീധരൻ അടക്കമുള്ള പ്രമുഖർ ഉറപ്പിച്ച് തർക്കമില്ലാത്ത സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപനത്തിന് പോലും കാത്തിരിക്കാതെയാണ്. പക്ഷെ അവർക്ക് റോഡ് ഷോ നടത്താൻ കഴിയില്ലായിരുന്നു. അതിനു മുമ്പ് തന്നെ അവർ കളം നിറയുന്നത്. കാരണം ഇവരൊക്കെ തന്നെ കാണുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. ദിവസങ്ങൾ എത്ര കുറഞ്ഞാണെങ്കിലും
ഞങ്ങളൊക്കെ തന്നെയും ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കളം പിടിച്ചു കഴിഞ്ഞു. പ്രചാരണത്തിൽ സജീവമാണ്. എന്തിനെ നേരിടാൻ, തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഞങ്ങൾ പണ്ടേ ഒരുക്കമായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊരു മെസ്സേജ് നൽകുക കൂടി തന്നെയാണ് ഇതിലൂടെ മൂന്ന് മുന്നണികളും ലക്ഷ്യമിടുന്നത്. അൻഫിൽട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇനി കണ്ണൂരിലേക്ക് പോവാം. ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ കെ സുധാകരന് മട്ടന്നൂരിൽ പാർട്ടി പ്രവർത്തകർ ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. താൻ ക്ഷീണിതൻ എന്ന് മാത്രമാണ് സുധാകരൻ പ്രതികരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് ചേരുകയാണ്. ജോസഫ്, ഈ സുധാകരൻ ബലം പിടിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഡെസ്കിൽ നിന്ന് ജോസഫിനോട് അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ജോസഫ് ഒറ്റ ഉറപ്പിൽ നിന്നിട്ടുണ്ടായിരുന്നു. സുധാകരന് ഹൈക്കമാൻഡ് വഴങ്ങില്ല, സുധാകരന് കണ്ണൂരിൽ സീറ്റ് ഉണ്ടാവില്ല എന്നാണ് ജോസഫ് ഉറപ്പിച്ചു പറഞ്ഞത്. അത് ശരിയായിരിക്കുകയാണ്. ഏതായാലും മട്ടന്നൂരിൽ പാർട്ടി പ്രവർത്തകർ വലിയ സ്വീകരണമൊക്കെ നൽകി. താൻ ക്ഷീണിതനാണ് എന്ന് പറഞ്ഞ് സുധാകരൻ യാത്രാക്ഷീണം മാറ്റാൻ വീട്ടിലേക്ക് തിരിച്ചെങ്കിലും സുധാകരൻ അങ്ങനെ വഴങ്ങിക്കൊടുക്കുന്ന ഒരാളൊന്നുമല്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രചരണ രംഗത്തേക്ക് കടക്കുമ്പോൾ എന്ത് പ്രതീക്ഷിക്കണം ജോസഫേ? മയ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ സുധാകരൻ വഴങ്ങുന്ന ഒരാളല്ല, എങ്കിൽ കൂടിയും ഹൈക്കമാൻഡ് വഴക്കി എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി, അതായത് 1:15 കൂടിയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ കെ സുധാകരൻ എത്തിയത്. കെ സുധാകരന്റെ അടുത്ത കേസ് ബ്രിഗേഡിൽപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കെ സുധാകരനെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. കെ സുധാകരന്റെ ആനയിച്ച് മുദ്രാവാക്യം വിളിച്ചാണ് അത്തരത്തിൽ അവർ സ്വീകരിച്ചത്. ഹൃദയം വേണമെങ്കിൽ ഹൃദയം തരാം, രക്തം വേണമെങ്കിൽ രക്തം തരാം എന്നുള്ള വലിയ രീതിയിലുള്ള മുദ്രാവാക്യം വിളി, ചൂട് പിടിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചാണ് ഇത്തരത്തിൽ കെ സുധാകരനെ സ്വീകരിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കെ സുധാകരൻ ഇനി എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതാണ്. കെ സുധാകരൻ ഇപ്പോഴും അതൃപ്തിയിൽ തന്നെ തുടരുന്നുണ്ട് എന്നാണ് ഈ ഘട്ടത്തിലും പുറത്തു വരുന്ന വിവരം. പക്ഷേ ഇപ്പോഴൊരു കടുത്ത തീരുമാനത്തിലേക്ക് കടക്കുകയില്ല. പക്ഷേ വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേസിന്റെ നീക്കം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ടത്. കേസിനെ സംബന്ധിച്ചിടത്തോളം കേസ് അണികളുടെ ഒരു തീരുമാനം കൂടി അറിഞ്ഞതിന് ശേഷം തുടർ നടപടിയിലേക്ക് കടന്നാൽ മതി എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് ഇപ്പോൾ കേസ് ഇപ്പോൾ ഭാഗികമായിട്ടാണെങ്കിലും എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒന്നും കഴിഞ്ഞിട്ടില്ല. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നടക്കം സൂചന ലഭിക്കുന്നത്. ഇതിനോടകം തന്നെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ നേതാക്കൾ കേസിനെ ബന്ധപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. കേസിനെ ഇവിടെ നിന്ന് കോൺഗ്രസിന്റെ പാളയത്തിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള സജീവ നീക്കങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനോട് കേസ് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കെ സുധാകരൻ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ്. ആ സ്വാധീനം മുതലാക്കാനുള്ള ശ്രമം കൂടി ചില രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. എന്തായാലും കെ സുധാകരനെ നിശബ്ദനാക്കാൻ, താൽക്കാലികമായെങ്കിലും നിശബ്ദനാക്കാൻ ഹൈക്കമാൻഡിനും സംസ്ഥാനത്തെ KPCCക്കും സാധിച്ചു. പക്ഷേ ഇത് എത്ര കാലം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് കെ സുധാകരന്റെ വീട്ടിലേക്ക് അടക്കം നേതാക്കളുടെ ഒഴുക്കുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തീരെ ക്ഷീണിതനാണ്, അവശനാണ് കെ സുധാകരൻ. എന്നിരുന്നാൽ പോലും വാക്കുകളിൽ തീപിടിപ്പിക്കുന്ന ഈ മനുഷ്യന് ചിലയേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ളൊരു പ്രതീക്ഷ കൂടി KS ബ്രിഗേഡ് പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്നലെ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത ചില കാര്യങ്ങൾ കണ്ണൂർ DCCയിൽ സംഭവിച്ചു. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂർ DCCയിൽ ഒരു പറ്റം നേതാക്കൾ കെ സുധാകരനെതിരെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് കെ സുധാകരനെ പെട്ടെന്ന് ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നയിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കെ സുധാകരന് പിന്തുണയില്ല, പകരം ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്ന ആളെ പിന്തുണയ്ക്കുമെന്നുള്ളൊരു DCCയുടെ തീരുമാനം, അതാണ് പൊടുന്നനെയുള്ള ഒരു മഞ്ഞുരുക്കത്തിന് കാരണമായി വന്നത്. എന്തായാലും കെ സുധാകരന്റെ നീക്കങ്ങളെ മറ്റു രാഷ്ട്രീയ പാർട്ടിയും സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. രാഷ്ട്രീയ ബോധം മാറ്റാനുള്ള ശ്രമങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ചർച്ചകളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ വേദി മാറാനുള്ള ഒരു സാധ്യതയാണ് ഈ ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. മായ, ജോസഫാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഏതായാലും ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ കെ സുധാകരൻ യാത്രാക്ഷീണത്തിലാണ് എന്ന് പറഞ്ഞാണ് ഇന്നലെ വീട്ടിലേക്ക് മടങ്ങിയത്. പക്ഷേ സുധാകരൻ അങ്ങനെ വഴങ്ങുന്ന ഒരാളല്ല. അതുകൊണ്ട് ഇനി എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്കൊക്കെ കടക്കുമ്പോൾ സുധാകരൻ എന്താണ് പറയുക എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം.
കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ സീറ്റ് കിട്ടാതെ വന്നതോടെ എൽദോസ് കുന്നപ്പള്ളിയുടെയും ദീപ്തി മേരി വർഗീസിന്റെയും തുടർ നീക്കങ്ങളാണ് എറണാകുളത്ത് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇന്നലെ വൈകാരികമായിട്ടായിരുന്നു എൽദോസിന്റെ ആദ്യ പ്രതികരണം. പരസ്യ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ കോൺഗ്രസിന് ക്ഷീണമാകും. കൂടുതൽ വിവരങ്ങളുമായി AT അശ്വതി ചേരുകയാണ്. അശ്വതി, സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുന്നു. കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും വന്നതോടുകൂടി ആരൊക്കെ തള്ളി ആരൊക്കെ ഉള്ളിൽ വന്നു എന്നൊക്കെ ഉറപ്പായി. ഇപ്പോൾ എൽദോസിൻ്റെ കാര്യത്തിൽ എൽദോസ് നിലവിലെ MLA-മാരിൽ സീറ്റില്ലാത്ത ഒരു MLA എൽദോസാണ്. എൽദോസിന് അതിൽ വലിയ അതൃപ്തിയുണ്ട്. അതുപോലെ തന്നെ ദീപ്തിയും പ്രതീക്ഷിച്ചിരുന്നതാണ് സീറ്റ്, അതും തള്ളിയിട്ടുണ്ട്. പ്രമുഖരായ പല നേതാക്കളും ദീപ്തിക്ക് വേണ്ടി പറഞ്ഞതാണ്, പക്ഷേ അതൊക്കെ തള്ളിപ്പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ പ്രചരണ രംഗത്തേക്ക് കടക്കുമ്പോൾ ഇവരുടെയൊക്കെ നീക്കങ്ങൾ അത് എങ്ങനെയായിരിക്കും? മായ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൽദോസ് കുന്നപ്പള്ളിയുടെ ഇന്നലെ വളരെ വൈകാരികമായിട്ടുള്ളൊരു പ്രതികരണമായിരുന്നു. MLA-മാർക്കെല്ലാം സീറ്റ് ഉണ്ട് എന്നാണ് അറിയിച്ചിരുന്നത്. അത് ലഭിക്കാതെ വന്നത് വിഷമമുണ്ടാക്കി എന്ന് തന്നെയാണ് എൽദോസ് ഇന്നലെ പ്രതികരിച്ചിരുന്നത്. എൽദോസ് കുന്നപ്പള്ളിയുടെ ആദ്യ പ്രതികരണം വന്നിട്ടുള്ളത്. തുടർ നീക്കങ്ങൾ ഏത് തരത്തിലായിരിക്കും എന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എൽദോസ് കുന്നപ്പള്ളി ഏത് വിധത്തിലാണ് ഈ കാര്യത്തിൽ മുന്നോട്ട് പോവുക എന്നതാണ് എറണാകുളത്തെ ജനങ്ങളും പാർട്ടിയും ഒക്കെ ഉറ്റുനോക്കുന്നത്. ഏതെങ്കിലും വിധത്തിലുള്ള സ്ഥാനമാനങ്ങളോ മറ്റു കാര്യങ്ങളോ ഇതിന് പകരമായിട്ട് മറ്റു കാര്യങ്ങൾ ആവശ്യപ്പെടുക എന്നത് തന്നെയായിരിക്കും ഈ ഘട്ടത്തിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ദീപ്തി മേരി വർഗീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ദീപ്തി മേരി വർഗീസ് കഴിഞ്ഞ കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ട പേരായിരുന്നു. ആ തരത്തിൽ തന്നെയായിരുന്നു ആദ്യം മുതൽക്ക് തന്നെ ദീപ്തി മേരി വർഗീസ് പ്രചരണ രംഗത്ത് പോലും സജീവമായിരുന്നത്. പക്ഷേ അവസാനം വന്നപ്പോഴേക്കും ഈ മേയർ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും ദീപ്തിയെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. ഇതിലും ദീപ്തിക്ക് വലിയ രീതിയിലുള്ള ദീപ്തിയോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾക്കും വലിയ രീതിയിലുള്ള അമർഷമുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും സജീവമായി തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. പ്രതികരണങ്ങളൊക്കെ തന്നെ ദീപ്തിയുടെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ ഈ MLA ആയി പരിഗണിക്കും, കാൻഡിഡേറ്റായിട്ട് പരിഗണിക്കും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുമെന്നായിരുന്നു അന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ഈ MLA മാരെ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് കൊച്ചിയിലേക്കുള്ള സ്ഥാനത്തേക്ക് ഈ നാമനിർദ്ദേശ പത്രിക പോലും ഫില്ല് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ദീപ്തിയുടെ പേര് ആണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ടായിരുന്നു. പോസ്റ്ററുകളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഷിയാസിലേക്ക് ഇത് പോകുന്നത്. ഷിയാസിനും വലിയ പിന്തുണ എറണാകുളത്ത് ഉണ്ടായിരുന്നു. DCC പ്രസിഡന്റാണ്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ വലിയ പിന്തുണ ഷിയാസിന് ഒപ്പമുണ്ട്. ഏതായാലും ഷിയാസ് ഇന്ന് പ്രചരണങ്ങൾ ആരംഭിക്കുകയാണ്. ഇതിൽ ദീപ്തിയുടെ പ്രതികരണം ഇനി വരാനുണ്ട്. ഇനി എന്താണ് അശ്വതി, ഈ ദീപ്തിയുടെ ഭാഗത്തു നിന്ന് നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തി വെച്ചിരുന്നു. അത്രയും പെട്ടെന്നത് ചെയ്യണമെങ്കിൽ ദീപ്തിക്ക് ഒരു ഉറപ്പ് ലഭിച്ചതുകൊണ്ടല്ലേ ദീപ്തിയെ അനുകൂലിച്ച് പല നേതാക്കളും ഉണ്ടായിരുന്നു ദീപ്തിക്ക് വേണ്ടി പറയാൻ. അതുകൊണ്ടല്ലേ ദീപ്തി അങ്ങനെ ചെയ്തത്? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സാധ്യതാ പട്ടികയിൽ ദീപ്തിയുടെ പേരുണ്ടായിരുന്നു. ദീപ്തിയുടെ പ്രതികരണം തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതായത് സാധ്യതാ പട്ടികയിൽ പേരുണ്ടായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കുകയും പോസ്റ്ററുകൾ അടിക്കുകയും ഒക്കെ ചെയ്തത്. അതായത് ഈ സാധ്യതാ പട്ടികയിൽ ഉള്ള ആളായതുകൊണ്ട് തന്നെ ദീപ്തിയുടെ പേര് പ്രഖ്യാപിക്കുകയാണെങ്കിൽ സമയം കളയാനില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അത് ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്ന് തന്നെയായിരുന്നു ദീപ്തി ഇതിന് തൊട്ട് മുൻപ് നടത്തിയ പ്രതികരണം. അതുകൊണ്ട് അതിനെ വലിയ രീതിയിൽ കാണേണ്ടതില്ല എന്നൊക്കെയാണ് ദീപ്തി പറഞ്ഞിരുന്നത്. പക്ഷേ എന്തായാലും വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ദീപ്തിക്കൊപ്പമുള്ള ആളുകൾ ഒക്കെ ഈ മേയർ സ്ഥാനം ഇല്ലാതായതോടുകൂടി തന്നെ ഈ MLA സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇന്നലെ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടി ആളുകൾ, അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ പന്തംകൊളുത്തി പ്രകടനം നടത്തി. പുറത്ത് വലിയ രീതിയിലുള്ള വലിയ പരിപാടികൾ ഒക്കെ തന്നെ അത് പ്രത്യക്ഷമായി തന്നെ മണ്ഡലത്തിൽ നടത്തി എന്നതാണ് ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനൊടുവിലാണ് എൽദോസ് കുന്നപ്പള്ളിയുടെ പേര് ഒഴിവാക്കി മനോജ് മൂത്തേടൻ അവിടേക്ക് വരുന്നത്. മനോജ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നു. ആ രീതിയിൽ വലിയ രീതിയിൽ ആളുകൾക്കിടയിൽ വളരെ കാര്യമായി തന്നെ ആളുകൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവ് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇനി എങ്ങനെയായിരിക്കും ഈ പെരുമ്പാവൂരിലെയും കൊച്ചിയിലെയും നീക്കങ്ങൾ, ദീപ്തിയുടെയും അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളിയുടെയും നീക്കങ്ങൾ എന്നതാണ്
എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും ഇന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മായ, അശ്വതിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഏറെ വൈകാരികമായാണ് ഇന്നലെ എൽദോസൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ബൈബിളിലെ ചില വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് എൽദോസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത്. ഇന്നും അത് ഇനിയുള്ള ദിവസങ്ങളിലും അതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ദീപ്തിയുടെ കാര്യത്തിൽ ദീപ്തിയും അസംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നോക്കാം ഇനി എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്ന്. ഇന്ന് ചെറിയ പെരുന്നാളാണ്. വിശ്വാസികളെല്ലാം ഈദ് നമസ്കാര തിരക്കിലാണ്. തിരുവനന്തപുരത്ത് നിന്ന് അൻഫിഡ് ഡിസൂസ ചേരുകയാണ്. അൻഫിഡ്, തിരുവനന്തപുരത്ത് പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണല്ലോ ഈദ് നമസ്കാരം നടക്കുന്നത്. എങ്ങനെയാണ് അവിടെ ആളുകൾ എത്തിയിട്ടുണ്ടോ? മായ, തീർച്ചയായും രാവിലെ 7 മണിക്ക് മുമ്പ് തന്നെ ഈദ് നമസ്കാരത്തിന് വേണ്ടി ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പാളയം ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പാളയത്ത് മാത്രമല്ല, വിവിധയിടങ്ങളിൽ മണക്കാട് പള്ളി ഉൾപ്പെടെ വിവിധ പള്ളികളിൽ, വിവിധ മുസ്ലിം പള്ളികളിലും ഈദ്ഗാഹുകളിലും ഒക്കെ തന്നെ ഈദ് നമസ്കാരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ പാളയം ഇമാം VP മുഹമ്മദ് ഷുഹൈബിന്റെ നേതൃത്വത്തിലാണ് ഈദ് നമസ്കാരം നടക്കുന്നത്. അതോടൊപ്പം തന്നെ വിവിധ പള്ളികളിൽ നിന്ന് പെരുന്നാളിന്റെ ഈദ് നമസ്കാര ചടങ്ങുകൾ രാവിലെ തന്നെ ആരംഭിച്ചിരിക്കുന്നത്. ഏറെക്കുറെ എല്ലായിടത്തുമൊക്കെ 7 മണി എന്നൊരു സമയമാണ്. മണക്കാട് പള്ളിയിൽ 8 മണിക്ക് ശേഷമാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും ഈ ആളുകളെ, അതായത് വോട്ടർമാരെ നേരിട്ട് കാണുന്നതിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും ഇവിടെ പലയിടങ്ങളിലെ പള്ളികൾ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഈദ് നമസ്കാരത്തിൽ തന്നെയും അവരതിന്റെ ഭാഗമായി തന്നെയും അതിൽ പങ്കെടുക്കും. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പാളയം ഇമാമിന്റെയും ഈദ് നമസ്കാര ആശംസകളൊക്കെ തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും അതിന്റെ അല്പസമയത്ത് യഥാർത്ഥ ചടങ്ങുകളിലേക്കും ചടങ്ങുകളിലേക്കൊന്നും കടന്നിട്ടില്ല. അല്പസമയം എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഈദ് നമസ്കാരത്തിന്റെ ചടങ്ങുകളിലേക്കൊക്കെ ആരംഭിക്കുക. ഏതായാലും ഇവിടെ എല്ലാ ദിവസവും തവണ നമുക്കറിയാം, തലസ്ഥാനത്ത് ഏറ്റവും അധികം പേര് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ് ഈ നമസ്കാര ചടങ്ങുകൾക്ക്, പെരുന്നാൾ നമസ്കാരത്തിനായി എത്തുന്നത്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പാളയം ഇമാമിന്റെ ആശംസാ പ്രസംഗം അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. മായ, നമസ്കാര ശേഷം അൻഫിൽട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നിന്ന് തിരുവനന്തപുരം പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഈദ് നമസ്കാരം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് അശ്വതി കൂടി ചേരുകയാണ്. അശ്വതി, കലൂർ സ്റ്റേഡിയത്തിൽ ഈദ് നമസ്കാരം ആരംഭിച്ചോ? മായ, ഇവിടെ ഈദ് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈദ് നമസ്കാരത്തിനായി എത്തിയിരിക്കുന്നത്. ഈദ് നമസ്കാരത്തിന് എത്തിയിരിക്കുന്നു. പ്രത്യേകം സ്ഥലം സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ഏറ്റവും വലിയ ഒരു ഈദ് നമസ്കാരം ഇടം എന്ന് പറയുന്നത് കലൂർ സ്റ്റേഡിയം തന്നെയാണ്. ഇതുപോലെ തന്നെ വിവിധയിടങ്ങളിൽ പലയിടങ്ങളിൽ പള്ളികളിലും ഈദ്ഗാഹുകളിലും അശ്വതിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നിന്നുള്ള ഈദ് നമസ്കാര ചടങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിശ്വാസികൾ ഈദ് നമസ്കാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് ലക്ഷ്മി ചേരുകയാണ്. ലക്ഷ്മി, കോഴിക്കോട് ഈദ് നമസ്കാരം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഇപ്പോൾ? وأشهد أن محمدا عبده ورسوله
أرسله بالهدى ودين الحق ليظهره على الدين ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ്. നമുക്ക് കാണാൻ സാധിക്കും ആയിരക്കണക്കിന് ഇസ്ലാം മത വിശ്വാസികളാണ് ഈദ്ഗാഹിൽ പങ്കെടുക്കാൻ വേണ്ടി കോഴിക്കോട് ബീച്ചിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കിപ്പോൾ കോഴിക്കോട് ബീച്ചിലായതുകൊണ്ട് തന്നെ പല ജില്ലകളിൽ നിന്നടക്കം ഈദ് നമസ്കാരത്തിനായി ഇവിടേക്ക് എത്തുന്ന ആളുകളുമുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും ഇപ്പോൾ ഇവിടെ ഈദ് നമസ്കാരം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അതായത് സന്ദേശം അടക്കം ഇപ്പോൾ നൽകുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഇപ്പോൾ ഈദ്ഗാഹ് നമസ്കാരങ്ങൾ നടക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഇസ്ലാം മത വിശ്വാസികൾ ഏതായാലും 30 നാളുകൾ നീണ്ട, അതായത് 1 മാസം നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. നമുക്കറിയാം വലിയ ചൂടായിരുന്നു ഇത്രയും നാളുകൾ. അപ്പോൾ ഈ ഒരു കഠിനമായിട്ടുള്ള വ്രതത്തിന് ശേഷമാണ് ഇന്ന് വിശ്വാസികൾ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഏതായാലും പുത്തനുടുപ്പുകളൊക്കെ ധരിച്ചാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ. ചെറിയ കുട്ടികളടക്കം പുതിയ പുത്തനുടുപ്പുകളൊക്കെ ധരിച്ച് ഇപ്പോൾ ഇന്ന് നമസ്കാരത്തിനായിട്ട് എത്തിയിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഇത് മാത്രമല്ല, ഇവിടെ എത്തുന്ന ഈ ഒരു നമസ്കാരത്തിന് ശേഷം എല്ലാവരും മറ്റ് ബന്ധുവീടുകളിലേക്ക് അടക്കം പോയി അതായത് എല്ലാവരോടൊപ്പം സൗഹൃദം പങ്കിട്ട് അതിനുശേഷം ഭക്ഷണം കഴിച്ച് പിരിയുന്ന ഒരു വലിയൊരു ആഘോഷം തന്നെയാണ്. ഏതായാലും മലബാറിലേക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെ വിഭവങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വിഭവങ്ങൾ കൂടുതലായിരിക്കും. കുറച്ചുകൂടെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ രുചിയേറിയ വിഭവങ്ങൾ, ഇവിടെ സ്പെഷ്യൽ വിഭവങ്ങൾ അടക്കം നമുക്ക് മലബാർ ഏരിയയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏതായാലും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന വലിയ രീതിയിലുള്ള ജനപ്രവാഹം നമുക്ക് കോഴിക്കോട് ബീച്ചിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ മറ്റൊരു ഭാഗത്തായിട്ട് ബീച്ചിന്റെ മറ്റൊരു ഭാഗത്തായി സ്ത്രീകൾക്കടക്കം ഈദ് നമസ്കാരത്തിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും 7:15 കൂടി തന്നെ ഈദ് നമസ്കാരം ഇവിടെ കോഴിക്കോട് ബീച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ മുജീബ് റഹ്മാൻ ഇപ്പോൾ ചെറിയ പെരുന്നാളിന്റെ സന്ദേശം നൽകുമെന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും 7:15 കൂടി തന്നെ ഇവിടുത്തെ കോഴിക്കോട് ബീച്ചിലെ ഈദ്ഗാഹ് നമസ്കാരം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ ചെറിയ പെരുന്നാൾ സന്ദേശം അദ്ദേഹം നൽകുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈദ്ഗാഹുകളിൽ നമ്മൾ മുന്നെല്ലാം കണ്ടത് വലിയ നിരവധി ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ എല്ലാ കൊല്ലവും ഇവിടെ ചെറിയ പെരുന്നാൾ ആഘോഷത്തിന്റെ ഈദ്ഗാഹുമായി ബന്ധപ്പെട്ട് എത്താറുണ്ട് എന്നുള്ളതാണ്. പിന്നെ കോഴിക്കോട്ടേക്ക് വരികയാണെങ്കിൽ പല പള്ളികളിലും അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ തവണ ഉണ്ടായതാണ് ഇവിടെ യാന്ത്രികമായ ഒരു കർമ്മമല്ല നമ്മൾ നിർവഹിച്ചത്. വളരെ വേണ്ടി വിചാരത്തോടുകൂടി സ്വന്തം ജീവിതത്തെ ഓഡിറ്റിങ്ങിന് വിധേയമാക്കി പരിശോധനയോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും വ്രതമനുഷ്ഠിച്ചത് എന്ന് നമുക്ക് കാണാവുന്ന ആ അർത്ഥത്തിൽ കഴിഞ്ഞ ഒരു വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇന്ന് ചെറിയ പെരുന്നാളാണ്. റംസാൻ 29 പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരങ്ങൾ നടക്കുകയാണ്. ആയിരങ്ങളാണ് ചടങ്ങിൽ പങ്കുചേരുന്നത്. ഒരു കൂടിച്ചേരലിൻ്റെയും സ്നേഹത്തിൻ്റെയും ആഘോഷം കൂടിയാണ് ചെറിയ പെരുന്നാൾ. ദൃശ്യങ്ങളിൽ നിന്നത് വ്യക്തമാണ്. തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ക്ഷമ, സഹനം, കാരുണ്യം തുടങ്ങിയ മൂല്യങ്ങളുടെ കൂടിച്ചേരൽ കൂടിയായാണ് വ്രതാനുഷ്ഠാന ദിനങ്ങൾ പിന്നിട്ടുകൊണ്ട് വിശ്വാസികൾ ചെറിയ പെരുന്നാളിൻ്റെ ആഘോഷത്തിലേക്ക് കടന്നിരിക്കുന്നത്. വിശ്വാസികളുടെ സഹോദരി സഹോദരന്മാർ, നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട്
യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണമേ എന്ന് സ്വയം മാതൃകയുള്ളതുപോലെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ അല്ലദീ ഖലഖ. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം. യുദ്ധം തുടങ്ങി 20ാം ദിനവും പശ്ചിമേഷ്യ അശാന്തമാണ്. ഇറാനിൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ടെഹ്റാനിൽ വൻ സ്ഫോടനം നടന്നതായാണ് വിവരങ്ങൾ. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാൻ നിർണായക നീക്കവുമായി ലോകരാജ്യങ്ങൾ രംഗത്തെത്തി. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലാൻഡ്സ്, ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് സംയുക്ത പ്രസ്താവനയിലൂടെ ഇറാന്റെ നീക്കങ്ങളെ അപലപിച്ചത്. കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഉചിതമായ ശ്രമങ്ങളിൽ പങ്കാളികളാകാൻ തയ്യാറാണെന്ന് ഈ രാജ്യങ്ങൾ അറിയിച്ചു. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്നത് ആഗോള സമാധാനത്തിന് ഭീഷണിയാണെന്ന് ഇവർ വ്യക്തമാക്കുന്നു. അതേസമയം അമേരിക്കയ്ക്കും ഇസ്രയേലിനും താവളം നൽകുന്നത് ഗൾഫ് രാജ്യങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. കഞ്ചാവ് തോട്ടങ്ങൾ കണ്ടെത്താൻ ഇടുക്കി ജില്ലയിൽ എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ സീ ഹണ്ട്. മുൻകാലങ്ങളിൽ കഞ്ചാവ് കൃഷി നടന്നിട്ടുള്ള ഇടങ്ങളിലും കൃഷിക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിലുമാണ് ഓപ്പറേഷൻ സീ ഹണ്ടിന്റെ ഭാഗമായി പരിശോധന നടക്കുന്നത്. കഞ്ചാവ് തോട്ടങ്ങൾ കണ്ടെത്താൻ ഇടുക്കി ജില്ലയിൽ എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ സീ ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനകൾ ആരംഭിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പ്രത്യേകം പരിശോധന നടത്തുന്നത്. മുൻകാലങ്ങളിൽ കഞ്ചാവ് കൃഷി നടന്നിട്ടുള്ള ഇടങ്ങളിലും ഇനി കൃഷി നടക്കാൻ സാധ്യതയുള്ളതുമായ പ്രദേശങ്ങളിലാണ് പരിശോധന. ഇത്തരം സ്ഥലങ്ങളുടെ ലിസ്റ്റ് എക്സൈസ് രഹസ്യാന്വേഷണ വിഭാഗം തയ്യാറാക്കി. പഴുതുകളടച്ച് വ്യാപകമായ പരിശോധന നടത്താനാണ് എക്സൈസ് വകുപ്പിന്റെ തീരുമാനം. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ്, നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ്, പോലീസ്, ഫോറസ്റ്റ് തുടങ്ങിയ വകുപ്പുകളുടെ സഹായത്തോടെയാണ് പരിശോധന നടത്തുക. ഇതിലൂടെ നമുക്ക് മയക്കുമരുന്നിൻ്റെ വ്യാപനം, നിർമ്മാണം മുതൽ കടത്ത്, വിൽപ്പന, ഉപയോഗം എല്ലാ മേഖലകളിലും കർശന പരിശോധന നടത്തി ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനം പൂർണ്ണമായും തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ലക്ഷ്യമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. സ്റ്റേറ്റ് എക്സൈസ് ഇന്റലിജൻസ് ജോയിന്റ് കമ്മീഷണർ റോബർട്ട് വിയുടെ നിർദ്ദേശാനുസരണമാണ് പരിശോധനകൾ നടക്കുന്നത്. വട്ടവടയുടെ സമീപ മേഖലയായ വത്സപ്പെട്ടി, വയൽത്തുറക്കുടി, മൂലവള്ളക്കുടി, തുളമല പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം പരിശോധന. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇടങ്ങളിൽ പരിശോധന നടക്കുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. അമൃത ന്യൂസ്, ഇടുക്കി. അയോധ്യയിൽ രാമജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രത്തിന്റെ പൂർണ്ണതയുടെ പ്രതീകമായി ശ്രീരാമയന്ത്ര പ്രതിഷ്ഠ നടന്നു. ചൈത്ര നവരാത്രിയുടെ പുണ്യദിനത്തിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയും വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്രം പ്രതിഷ്ഠിച്ചത്. അഞ്ഞൂറ് വർഷത്തിലധികം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ ഉയർന്ന രാമക്ഷേത്രത്തിന്റെ പൂർണ്ണതയുടെ പ്രതീകമായാണ് രാമരക്ഷായന്ത്ര പ്രതിഷ്ഠാ മഹോത്സവം നടന്നത്. കാശിയിലെ ആചാര്യൻ ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡിന്റെ നേതൃത്വത്തിൽ 51 ആചാര്യന്മാർ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിന്റെ 2ാം നിലയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു.
ധർമ്മസ്ഥല ക്ഷേത്രാധികാരി വീരേന്ദ്ര ഹെഗ്ഡെ, UP ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, മുതിർന്ന RSS നേതാവ് സുരേഷ് ഭയ്യാജി ജോഷി എന്നിവരും പങ്കെടുത്തു. അമ്മയുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാമയന്ത്രത്തിനു മുൻപിൽ ആരതിയും പൂജയും നടത്തി. പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം രാഷ്ട്രപതി ക്ഷേത്രത്തിലെ 1-ാം നിലയിലെ രാം ദർബാറിലും ഗർഭഗൃഹത്തിൽ രാംലല്ലയ്ക്ക് മുൻപിലും ആരതിയിലും പൂജയിലും പങ്കെടുത്തു. രാമരക്ഷായന്ത്രം കേവലം ചിഹ്നമല്ലെന്നും അത് അഗാധമായ അറിവിന്റെയും തത്വത്തിന്റെയും പ്രതീകമാണെന്നും ചടങ്ങുകൾക്ക് മുൻപ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞിരുന്നു. മഹത്തായ ഭാരത സംസ്കാരത്തിന്റെ ഒളിമങ്ങാത്ത ഋഷീശ്വരന്മാരുടെയും പൂർണ്ണതയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. രാമൻ ധർമ്മത്തിൻ്റെ പര്യായമാണ്. അതുപോലെ തന്നെ സ്വഭാവചിതം മൂർത്തിയാണ്. ലോകജീവിതത്തിൽ പുലർത്തേണ്ട കുലമഹിമയുടെയും മര്യാദയുടെയും അതുല്യമായ മാതൃകയാണ് അവിടുന്ന്. വിധി അതുപോലെ തന്നെ സ്വീകരിക്കലെ രാമനും കൃഷ്ണനും ചെയ്ത് ജീവിതത്തിൽ ഓരോ സാഹചര്യത്തിലും ധർമ്മം അനുസരിച്ച് പ്രയത്നിച്ചു പുരുഷപ്രയത്നത്തിന്റെ മഹത്വം അവർ കാട്ടിത്തന്നു എന്നുള്ളതാണ്. 2020 ഓഗസ്റ്റിലാണ് ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്ര നിർമ്മാണത്തിനായി ഭൂമിപൂജ നടത്തിയത്. പിന്നീട് 2024 പ്രാണപ്രതിഷ്ഠയിലും ധർമ്മധ്വജാരോഹണത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. ഏറ്റവും ഒടുവിൽ ക്ഷേത്രം പൂർണ്ണതയിലെത്തുന്ന രാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരം 1200ഓളം ഭക്തന്മാർക്കൊപ്പമാണ് അമ്മ രാമജന്മഭൂമിയിലെത്തിയത്. ശ്രീരാമ ജന്മഭൂമിയിൽ രാമരക്ഷ യന്ത്ര പ്രതിഷ്ഠാ മഹോത്സവത്തിന് കൊടിയിറങ്ങി. ചൈത്ര നവരാത്രിയുടെ ശുഭമുഹൂർത്തത്തിൽ അമ്മയുൾപ്പെടെയുള്ള ആത്മീയ നേതൃനിരയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. അയോധ്യയിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്. ആധുനിക ലോകത്ത് ഭാരതം രാമരാജ ദർശനങ്ങളോടെ തിളങ്ങി നിൽക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. അയോധ്യയിൽ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സനാതനധർമ്മത്തിന്റെ പുത്തൻ സൂര്യോദയമാണ് അയോധ്യയിലെ രാമക്ഷേത്രമെന്നും രാജ്യമാണ് പ്രധാനമെന്നാണ് ആശ്രമത്തിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നും സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു. പുതുതലമുറയെക്കുറിച്ചും നവഭാരതത്തെക്കുറിച്ചുമുള്ള അമ്മയുടെ കാഴ്ചപ്പാട് എടുത്തു പറഞ്ഞാണ് ജനങ്ങളുടെ സമീപനത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംസാരിച്ചത്. രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭാഗമായ തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചു. ജന്മഭൂമി സ്വർഗത്തേക്കാൾ മഹത്തരമെന്ന ദർശനമാണ് ശ്രീരാമൻ നൽകിയതെന്ന് രാമജന്മഭൂമിയിൽ ക്ഷേത്രത്തിലെ രാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷമുള്ള പൊതുപരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. വനവാസത്തിന് ശേഷം ശ്രീരാമൻ അയോധ്യയിലേക്ക് മടങ്ങുന്നതിൻ്റെ രേഖാചിത്രം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. രാമക്ഷേത്രത്തിൻ്റെ ഭൂമിപൂജ മുതൽ രാമയന്ത്ര പ്രതിഷ്ഠ വരെയുള്ള ചടങ്ങുകൾ ഇതിഹാസമാണെന്നും ആധുനിക ലോകത്ത് ഭാരതം രാമരാജ്യ ദർശനങ്ങളോടെ തിളങ്ങി നിൽക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. स्वयं प्रभु श्री राम ने अपनी इस जन्मभूमि को स्वर्ग से भी श्रेष्ठ बताया था. जननी जन्मभूमिश्च स्वर्गादपि गरीयसी. ചടങ്ങിൽ സംസാരിക്കാൻ എഴുന്നേറ്റ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ ജയ് ശ്രീറാം വിളികളോടെയാണ് സദസ്സ് വരവേറ്റത്. സനാതനധർമ്മത്തിൻ്റെ പുത്തൻ സൂര്യോദയമാണ് അയോധ്യയിലെ രാമക്ഷേത്രമെന്ന് അമ്മ പറഞ്ഞു. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന മഹത്തായ ദർശനമാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. രാജ്യമാണ് പ്രധാനമെന്ന് ആശ്രമത്തിലെ കുട്ടികൾക്ക് പറഞ്ഞു നൽകുന്നതായും ഭാരതത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങൾ പുതിയ തലമുറയുടെ മനസ്സിലും വളർത്തിയെടുക്കണമെന്നും അമ്മ പറഞ്ഞു. സനാതനധർമ്മത്തിൻ്റെ ഒരു പുത്തൻ സൂര്യോദയത്തിൻ്റെ പ്രതീകമാണ് ഈ അയോധ്യയിലെ മഹാക്ഷേത്രം എന്ന് പറയും. സാധാരണ നമ്മൾ മഹാക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പ്രാർത്ഥന കൊണ്ടും ത്യാഗപൂർണമായ പ്രയത്നം കൊണ്ടും വർഷക്കരിച്ചാണ് ഈ ക്ഷേത്രം. അപ്പം ഈ മഹായജ്ഞത്തിൽ പങ്കെടുത്ത നിസ്വാർത്ഥമായി സേവിച്ചവരെയും ജീവിതം സമർപ്പിച്ച് ബലിയർപ്പിച്ചവരെയും ത്യാഗപൂർവ്വം സേവനം അനുഷ്ഠിച്ചവരെയും ആദരപൂർവ്വം സ്മരിക്കാനുള്ള അവസരം കൂടിയാണ് ഇത്.
പുതുതലമുറയെക്കുറിച്ചുള്ള അമ്മയുടെ വാക്കുകൾ എടുത്തു പറഞ്ഞ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇത് പുതിയ ഭാരതമാണെന്നും രാമരാജ്യത്തിൻ്റെ അടിസ്ഥാന ശിലയാണ് അയോധ്യ ക്ഷേത്രമെന്നും വ്യക്തമാക്കി. ഭാരതത്തിൻ്റെ വിശ്വാസങ്ങളെ നേരത്തെ അന്ധവിശ്വാസങ്ങളായി ആരോപിച്ച് അപമാനിച്ചിരുന്നു. നീണ്ട 500 വർഷത്തെ പോരാട്ടം സഫലമായെന്നും ഇന്ന് ഭാരതീയ സംസ്കൃതി തലയുയർത്തി നിൽക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. बहनों और भाइयों, ये नया भारत है और ये बदलता हुआ भारत भी है. अब वर्तमान पीढ़ी जिसके बारे में लोग कहते थे कि ये दिग्भ्रमित है, लेकिन वो दिग्भ्रमित नहीं है, वो सही दिशा में जा रहा है. नया वर्ष मनाता है तो मंदिरों में जाता है, किसी ऐसे टूरिस्ट डेस्टिनेशन में नहीं जाता जहां पर सनातनता के विरोध में कोई कार्य हो रहा हो. आज वो जाता है तो मंदिरों में जाता है, परिवार के साथ जाता है और यही उसके संस्कार हैं. यहां पर अभी पूजनीय अम्मा जी ने जो बात यहां पर कही है वह अक्सरशः आज नए भारत में देखने को मिल रही है. ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, സുരേഷ് ഭയ്യാജി ജോഷി, സ്വാമി ഗോവിന്ദ ദേവ്ഗിരി മഹാരാജ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭാഗമായിരുന്ന തൊഴിലാളികളും അമ്മയ്ക്കൊപ്പം കേരളത്തിൽ നിന്നെത്തിയ ഭക്തരും സന്യാസി ശ്രേഷ്ഠരും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയുടെ ഭാഗമായി. അമൃത ന്യൂസ്, അയോധ്യ. ഇടത് ചെങ്കോട്ടയാണ് കാസർഗോഡ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം. പിണറായി സർക്കാരിൻ്റെ ഭരണം സംസ്ഥാനത്ത് വലിയ വികസനങ്ങൾ നടത്തിയെന്ന് വോട്ടർമാർ ശരിവെക്കുന്നു. എന്നാൽ ഭരണമാറ്റത്തിൻ്റെ സാധ്യത വോട്ടർമാർ തള്ളുന്നില്ല. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരുടെ പ്രതികരണങ്ങൾ കേൾക്കാം. ഇടത് ചെങ്കോട്ടയാണ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം. മുൻ മുഖ്യമന്ത്രി EK നായനാർ ഉൾപ്പെടെയുള്ള പ്രമുഖ CPM നേതാക്കളെ നിയമസഭയിലെത്തിച്ച മണ്ഡലം. പിണറായി സർക്കാർ 10 വർഷം പിന്നിടുമ്പോൾ ഈ ഭരണം തുടരുമോ മാറുമോ എന്ന ചോദ്യത്തോട് തൃക്കരിപ്പൂരിലെ വോട്ടർമാർ പ്രതികരിക്കുകയാണ്. കേൾക്കാം തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന്. ഈ ഭരണം തുടരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം വെച്ചാൽ ഈ പെൻഷൻ, ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞ ഒരു വലിയ ഉപകാരമാണ്. 2000 രൂപ മാസം കൃത്യമായിട്ട് വരുന്നുണ്ട്. ഇതിനു മുമ്പുള്ള സർക്കാർ അതുണ്ടായില്ല. ഞാനിപ്പോൾ തയ്യത്തൊഴിലാളിയുടെ ക്ഷേമ പെൻഷനാണ് വാങ്ങുന്നത്, അതുകൊണ്ടാണ് നേരിട്ട് പറയുന്നത്. അത് നമുക്കൊരു വലിയ ഉപകാരമാണ് 2000 രൂപ കിട്ടുന്നത്. മറ്റ് വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ ചെറിയ പ്രവർത്തനമൊന്നുമല്ല, ഒരുപാട് വികസനം. ഞാൻ ചെറുപ്പത്തൂരിൻ്റെ മാറ്റങ്ങൾ ഒരു ചെറിയ മാറ്റമൊന്നുമല്ല, വലിയ മാറ്റങ്ങളാണ്. ഇതെല്ലാം കൊണ്ടാണ് ഇപ്പം വയനാട് ദുരന്തം വേറെ ആയിരിക്കും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം ആയിരിക്കും ചെയ്യാൻ പറ്റുക. കോൺഗ്രസിൻ്റെ സർക്കാരാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്കൊന്നും ചെറിയ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതല്ലാണ്ട് ഇവർ നല്ല റിസ്ക് എടുത്തിട്ടാണ് ഈ പദ്ധതിയെല്ലാം ആവിഷ്കരിച്ചത്. ഇവിടെ തന്നെ ഒരു വലിയ മാറ്റമാണ്. ചെറിയ ഒരു വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് റോഡെല്ലാം വളരെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ സർക്കാർ ഇനിയും തുടരണം. ഇവർ മോശം പ്രവർത്തനങ്ങൾ വന്നാൽ നമുക്ക് അന്നേരം വോട്ട് മാറ്റി കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. ആരായാലും ഇത് തുടരട്ടെ എന്നാണ് നമ്മളെ ആഗ്രഹം. തുടരില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇവിടുത്തെ കാണുന്നത് അയ്യപ്പൻ്റെ സ്വർണം കെട്ടു, പിന്നെ മൊത്തം വിലക്കയറ്റം എല്ലാം കൊണ്ടും അത് തുടരുന്ന മാതിരി തോന്നുന്നില്ല. വൻഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വരും. ക്ഷേമ പെൻഷൻ അത് സാധാരണ കൊടുക്കുന്നതല്ല, അവരെ കയ്യിൽ നിന്ന് കൊടുക്കുന്നതല്ലോ. അത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടല്ലേ. ഭരണത്തിന് ആകെ പാളിച്ചകളുണ്ട്, ഒരുപാട് പാളിച്ചകളുണ്ട്. അതുകൊണ്ട് ഒരു 100 സീറ്റിലധികത്തോടെ ഭൂരിപക്ഷത്തോടു കൂടി UDF അധികാരത്തിൽ വരും. മാറണം തന്നെ ഒരു ചിന്താഗതി വേണ്ടത് അല്ലേ ജനങ്ങൾക്ക്. നമുക്കായാലും ഒരു മാറ്റം വേണമല്ലോ പൊതുവായിട്ട്. അല്ല ഇവർ ഭരിച്ച് ഇത്രയാക്കി, ഞാൻ മറ്റവർ ഭരിക്കുമ്പോൾ എന്താ നമുക്ക് നോക്കാം. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവർക്കും മാറ്റം വരുത്തണം. ഈ ഭരണം തുടരുമോ മാറുമോ? ഈ ഭരണം അല്ലേ തരുന്നതിനെ പറയുന്നു. ഞങ്ങളിപ്പോൾ എന്താ പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, തുറന്നു പോകുന്നാണ് പറയുന്നു. പെൻഷൻ കിട്ടുന്നുണ്ട്, അത് മുടങ്ങാതെ കിട്ടുന്നുണ്ട്. ഭരണം തുടരണമെന്നാണ് നമ്മളെ അഭിപ്രായം. നല്ല ഭരണമാണ്. എല്ലാ രംഗത്തും പൊതുവെ ഉള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. വീണ്ടും ഒരു 5 കൊല്ലം കൂടി വരണം. ഈ ഭരണം തുടരുന്നല്ലേ വേണ്ട. ഈ ഭരണം ഇനി ഇങ്ങനത്തെ ഒരു ഭരണം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഈ ഭരണം തന്നെ വേണ്ടത്. എന്തോ ഇത് എന്ന് വെച്ചാൽ പെൻഷനെല്ലാം കൂട്ടി ഈ പാവപ്പെട്ടവർക്കെല്ലാം നല്ല നല്ല ആനുകൂല്യങ്ങളും കാര്യങ്ങളെല്ലാം ഈ സർക്കാരിൻ്റെ വകയുണ്ടായത്. കുഴപ്പമില്ല. നമ്മളെ പിണറായി സർക്കാരിന് പിന്നെയും വരണം തന്നെ, 3ാം ഭരണം കൂടെ വരണം തന്നെ എൻ്റെ ആഗ്രഹം. സർക്കാരിനെ കുറിച്ചിട്ട് അഭിപ്രായം എന്ന് വെച്ചാൽ സർക്കാർ മൊത്തത്തിൽ മോശമല്ല, പക്ഷേങ്കിൽ അതിൻ്റെ
കുറച്ച് ആൾക്കാരിൽ നിന്ന് കുറച്ച് തെറ്റുകൾ ഇത് വന്നിട്ടുണ്ട്. അത് ശബരിമലയിലത്തെ സ്വർണത്തിൻ്റെ പ്രശ്നം, അതുപോലെ ശബരിമല പ്രശ്നം, ഇതാണ് ആൾക്കാരുടെ ഇടയിൽ കൂടുതൽ അറിയപ്പെടുന്നത്. മറ്റെന്ത് വലിയ ഇത് നടന്നാൽ അത്ര അറിയപ്പെടില്ല. ഇതാണ് മെയിനായിട്ട് നമ്മളെ എല്ലാ സമുദായത്തിൻ്റെ ഇടയിൽ തന്നെ വലിയൊരു ഇതായിട്ട് ഫോൾട്ടായിട്ട് നെഗറ്റീവായിട്ട് കാണുന്നത്. മീഡിയ വഴിയും എല്ലാം വരുന്നത് ആൾക്കാർ ഇടതുപക്ഷം വരാൻ ചാൻസ് കുറവെന്നാണ് അറിയപ്പെടുന്നത്. ചിലപ്പോൾ ഇത് മാറാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോഴത്തെ കണക്കൂട്ടലിൽ വരുന്നത്. കാരണം പൊതുവെ 10 കൊല്ലമായി ഭരിക്കുന്നത്, അതുകൊണ്ട് പൊതുവെ ജനങ്ങൾക്കൊരിത് കാണുന്നുണ്ട്. അത് പോലെ വികസനത്തിൽ മോശമൊന്നുമല്ല, മറ്റു രീതിയിൽ കുറച്ച് ജനങ്ങൾക്കൊരു മടുപ്പ്. ശക്തമായ ത്രികോണ മത്സരമാണ് തൃശൂർ നിയോജക മണ്ഡലത്തിൽ. പത്മജ വേണുഗോപാലും മുൻ മേയർ രാജൻ പലനും സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണനും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ഫലം പ്രവചനാതീതമാവുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നും വിജയം ആവർത്തിക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. അതേസമയം മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് കോൺഗ്രസും ഭരണത്തുടർച്ചയുണ്ടാവുമെന്ന് LDFും ഉറച്ചു വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തൃശൂർ. മാറ്റത്തിന് വോട്ട് തേടി പത്മജ വേണുഗോപാലും ഭരണത്തുടർച്ചയ്ക്ക് LDFും അട്ടിമറി വിജയം നേടാൻ UDFും കളത്തിലിറങ്ങിയതോടെ തൃശൂരിലെ ഫലം പ്രവചനാതീതമാവുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നും വിജയമാണ് BJPയുടെ കൈമുതൽ. 55,557 വോട്ടുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ BJP കരസ്ഥമാക്കിയത്. പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയതും തൃശൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ്. ആ ആത്മവിശ്വാസത്തിലാണ് BJP നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പത്മജയിലൂടെ നേരിടുന്നത്. P. ബാലചന്ദ്രന്റെ പിൻഗാമിയായി ആലങ്കോട് ലീലാകൃഷ്ണൻ എത്തുമ്പോൾ ഭരണത്തുടർച്ചയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് LDF ക്യാമ്പ്. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി CPIക്കുള്ളിലുണ്ടായ കല്ലുകടി വോട്ടിനെ സ്വാധീനിക്കുമെന്ന ആശങ്ക LDF ക്യാമ്പിലുണ്ട്. പല പേരുകൾ പറഞ്ഞെങ്കിലും അവസാനം മുൻ മേയർ രാജൻ പല്ലനാണ് കോൺഗ്രസിൽ നറുക്കുവീണത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പ് പോര് രൂക്ഷമായ തൃശൂരിലെ കോൺഗ്രസിൽ രാജൻ പല്ലന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി തർക്കങ്ങളുണ്ടായിരുന്നു. ഗ്രൂപ്പ് സമവാക്യം മറികടന്നുകൊണ്ടുള്ള വോട്ടിംഗ് തൃശൂരിൽ സാധ്യമാകുമോ എന്ന ആശങ്ക UDFിലുണ്ട്. പ്രചാരണത്തിന്റെ 1ാം ഘട്ടം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ വലിയ ശുഭപ്രതീക്ഷയാണ് 3 മുന്നണികളും കാഴ്ചവെക്കുന്നത്. ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശൂർ. ശക്തമായ ത്രികോണ മത്സരത്തിനാണ് പൂഞ്ഞാറിൽ വീണ്ടും കളമൊരുങ്ങിയിരിക്കുന്നത്. ഇടത് വലതു മുന്നണികൾ വിജയക്കൊടി പാറിച്ചിട്ടുള്ള മണ്ണ് PC ജോർജിലൂടെ പിടിച്ചെടുക്കാമെന്നാണ് BJPയുടെ പ്രതീക്ഷ. വികസന തുടർച്ചയ്ക്കായി ജനപിന്തുണ തേടി LDFും മണ്ഡലം വീണ്ടെടുക്കാൻ കരുക്കൾ നീക്കി UDFും രംഗത്തെത്തിയതോടെ ഇവിടെ കനത്ത പോരാട്ടം ഉറപ്പായി. ഏറെക്കാലം PC ജോർജിൻ്റെ മണ്ഡലമെന്നാണ് പൂഞ്ഞാർ അറിയപ്പെട്ടിരുന്നത്. PC ജോർജ് കൈവളയിൽ സൂക്ഷിച്ചിരുന്ന മണ്ഡലം 2021 അദ്ദേഹത്തെ കൈവിട്ടു. ഇത്തവണ ഇവിടെ ശക്തമായ ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നത്. വീണ്ടും PC ജോർജ് മത്സരത്തിനിറങ്ങുമ്പോൾ മണ്ഡലം ആർക്കൊപ്പം നിൽക്കും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്നും 1957-60 തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിലെ TA തൊമ്മനും 67-70 തിരഞ്ഞെടുപ്പുകളിൽ കേരള കോൺഗ്രസിലെ KM ജോർജും 77-ൽ കേരള കോൺഗ്രസിലെ തന്നെ VM ജോസഫും നിയമസഭയിലേക്ക് വിജയിച്ചു വന്നു. 80-ലെ തിരഞ്ഞെടുപ്പ് മുതൽ PC ജോർജും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയായി. 80-82 തിരഞ്ഞെടുപ്പുകളിൽ കേരള കോൺഗ്രസിനൊപ്പം നിന്ന് വിജയിച്ചു. 87-ൽ ജനതാദളിലെ NM ജോസഫിനോടും 91-ൽ കേരള കോൺഗ്രസ് എമ്മിലെ ജോയി എബ്രാഹത്തോടും PC ജോർജ് പരാജയപ്പെട്ടു. 96-ൽ വീണ്ടും വിജയിച്ച ജോർജ് 2021 വരെ MLA ആയി തുടർന്നു. 2016-ൽ കേരള ജനപക്ഷം സെക്യുലർ എന്ന പാർട്ടിക്ക് വേണ്ടി മുന്നണി ബന്ധങ്ങളില്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിച്ചു. എന്നാൽ 2021-ൽ മുന്നണികളെ വെല്ലുവിളിച്ച് വീണ്ടും മത്സരത്തിനിറങ്ങിയപ്പോൾ 17,000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. എന്നാൽ PC ജോർജിന്റെ പാർട്ടി പിന്നീട് BJPയിൽ ലയിച്ചതോടെ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ മണ്ഡലത്തിൽ BJPക്ക് ചെറുതല്ലാത്ത മുന്നേറ്റം കൈവരിക്കാനായി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാര്യമായ മുന്നേറ്റം മണ്ഡലത്തിലുണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ശക്തമായ ത്രികോണ മത്സരം തന്നെയാകും ഉണ്ടാവുക. സാമുദായിക വോട്ടുകളുടെ ധ്രുവീകരണം ഉണ്ടാകുമോ എന്നൊരു ആശങ്കയും BJPക്കുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ കഴിഞ്ഞതും മണ്ഡലത്തിലുടനീളം വോട്ട് വിഹിതം ഉയർന്നതുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. കോട്ടയം ജില്ലയിൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിലൊന്നും പൂഞ്ഞാർ തന്നെ. മുന്നണി ബന്ധങ്ങളില്ലാതെ തന്നെ ഇവിടെ വിജയം കൈവരിച്ചിട്ടുള്ള PC ജോർജ് BJPക്കൊപ്പം ചേർന്നതോടെ പൂഞ്ഞാറിൽ താമര വിരിയുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ.
മുൻപ് BDJS സീറ്റായിരുന്ന പൂഞ്ഞാർ ഏറ്റെടുക്കാൻ BJPയെ പ്രേരിപ്പിച്ച ഘടകവും ഇതുതന്നെ. എന്നാൽ 2021-ലേതുപോലെ സാമുദായിക ധ്രുവീകരണമുണ്ടായാൽ BJPക്ക് വിജയം എളുപ്പമാകില്ല. ഇതിനെ മറികടക്കാൻ ക്രിസ്ത്യൻ വോട്ടുകൾ തന്നെയാണ് BJP PC ജോർജിലൂടെ ലക്ഷ്യമിടുന്നത്. എന്നാൽ ശക്തമായ പോരാട്ടത്തിന് ഇടതു വലതു മുന്നണികളും രംഗത്തുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം തുടർവിജയത്തിന് അടിസ്ഥാനമാകുമെന്നാണ് നിലവിലെ MLA സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും ഒപ്പം ഇടതുമുന്നണിയും അവകാശപ്പെടുന്നത്. എന്നാൽ പൂഞ്ഞാർ ഇത്തവണ വലത്തേക്ക് ചായുമെന്നാണ് UDFന്റെ വാദം. മുന്നണികളുടെ അവകാശവാദങ്ങൾക്കിടയിലും ഒരു കാര്യം ഉറപ്പാണ്, പൂഞ്ഞാറിൽ ഇത്തവണയും പോരാട്ടം തീപാറും. ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്. ഇനി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപിന്റെ വിപണി വിലയിരുത്തലുകൾ കേൾക്കാം. ഇന്ന് നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉയർന്ന നിലവാരത്തിൽ വിൽപ്പനയും പ്രതീക്ഷിക്കാം. കഴിഞ്ഞ 2-3 ദിവസം വിപണിയിൽ ഒരു നിക്ഷേപ താല്പര്യം പ്രകടമായിരുന്നെങ്കിലും ഇന്നലെ വലിയൊരു വിൽപ്പനയിലേക്ക് നീങ്ങുകയും ആ നേട്ടം മുഴുവൻ ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. മുൻനിര സൂചികയായി നിഫ്റ്റി 23,000 എന്ന നിലവാരത്തിനടുത്താണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ബാങ്കിംഗ് സൂചികയിലും അടുത്ത കാലത്തുണ്ടാകുന്ന ഏറ്റവും വലിയൊരു വിൽപ്പനയാണ് പ്രകടമായത്. ഒട്ടുമിക്ക മേഖലകളിലും ഈ വിൽപ്പന തുടരുകയും ചെയ്തു. രണ്ടാം നിര ചെറുകിട ഓഹരികളിലും സമാനമായ രീതിയിലുള്ള വിൽപ്പന തന്നെയായിരുന്നു. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരമല്ലാതായിരുന്നു എന്നുള്ള വിപണിയിലെ നഷ്ടത്തിന് പ്രധാനപ്പെട്ട കാരണം. യുദ്ധം കൂടുതൽ കടുത്തതോടെ എണ്ണവിലയിലുണ്ടായിട്ടുള്ള വർധനവും വിപണിയെ പ്രതികൂലമായി ബാധിച്ചു. മാത്രമല്ല US ഫെഡറൽ റിസർവ് അവിടെ പലിശ നിരക്കുകൾ കൂട്ടേണ്ടതില്ല എന്ന് തീരുമാനിച്ചതും വരും നാളുകളിൽ പണപ്പെരുപ്പം കൂടിയേക്കുമെന്നുള്ള ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് വിപണിയിലെ വിൽപ്പനയ്ക്ക് നീങ്ങുകയായിരുന്നു. 23,000 എന്ന നിലവാരത്തിന് അടുത്ത് മുൻനിര സൂചികയായി നിഫ്റ്റി എത്തി. ഇനി 22,900 എന്ന നിലവാരത്തിലാണ് ഒരു പ്രധാന അടിസ്ഥാന നിലവാരമായി കണക്കാക്കുന്നത്. അതുകൂടെ ഭേദിച്ച് പോവുകയാണെങ്കിൽ താഴേക്ക് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇന്ന് നേട്ടത്തിൽ വ്യാപാരം തുടങ്ങുകയും ഈ കുറഞ്ഞ നിലവാരത്തിൽ നിക്ഷേപ താല്പര്യം ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആഗോള സാഹചര്യങ്ങളും ഒപ്പം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും തന്നെയാണ്. എന്നാൽ വലിയ തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ തുടരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇന്ത്യ വിക്സ് സൂചിക വിപണിയിൽ ഏറ്റക്കുറച്ചുകൾ സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് സൂചികയിൽ ഏതാണ്ട് 21% വർധനവാണ് ഇന്നലെ ഒരു ദിവസം മാത്രം ഉണ്ടായത്. ഇത് കാണിക്കുന്ന വിപണിയിൽ ആശങ്ക ഒഴിയുന്നില്ല എന്ന് തന്നെയാണ്. ഈ ഒരു അനിശ്ചിതത്വമാണ് ഈ വലിയ തോതിലുള്ള കയറ്റങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാരണം. അത് തുടരുമെന്ന് തന്നെയാണ് കരുതുന്നത്. മാത്രമല്ല ആഴ്ചയിലെ അവസാന വ്യാപാര ദിനമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനവും വിപണിയിലുണ്ടാവും. എന്തായാലും ഇന്ന് തുടക്കം നേരിയ നേട്ടത്തിലായിരിക്കും. കല്യാൺ എക്സ്പ്രസ് മാർട്ട് തൃശൂർ കുറുക്കഞ്ചേരിയിൽ പ്രവർത്തനം തുടങ്ങി. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് കല്യാൺ എക്സ്പ്രസ് മാർട്ടിൻ്റെ ലക്ഷ്യം. കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ കീഴിൽ വരുന്ന 10ാമത്തെ ഔട്ട്ലെറ്റാണ് കുറുക്കഞ്ചേരിയിലേത്. വർഷത്തിൽ 365 ദിവസവും സേവിങ്സ് എന്ന ടാഗ്ലൈനോടുകൂടിയാണ് പുതിയ ഔട്ട്ലെറ്റ് എത്തുന്നത്. ഔട്ട്ലെറ്റിൻ്റെ ഉദ്ഘാടനം തൃശൂർ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള കർഷകരിൽ നിന്നും ഫാമുകളിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന പച്ചക്കറികളാണ് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. കൂടുതൽ വനിതാ സംരംഭകരെ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇവരുടെ ഉൽപ്പന്നങ്ങളും എക്സ്പ്രസ് മാർട്ടിൽ ഒരുക്കിയിരിക്കുന്നു. കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് ചെയർമാൻ TS പട്ടാഭിരാമൻ, മാനേജിംഗ് ഡയറക്ടർ പ്രകാശ് പട്ടാഭിരാമൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ മഹേഷ് പട്ടാഭിരാമൻ, വർദ്ധനി പ്രകാശ്, മധുമതി മഹേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കുചേർന്നു. ഡേക്കിൻ്റെ ഏറ്റവും പുതിയ മോഡലായ ടർബോ ഇൻവെർട്ടർ AC-യുടെ ഓൾ ഇന്ത്യ ലോഞ്ച് മൈജിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്നു. പ്രമുഖ സിനിമാ താരം ഭാവന, മൈജി ചെയർമാൻ AK ഷാജി ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ലോഞ്ചിങ് നിർവഹിച്ചത്. സ്വിച്ചിങ് കംപ്രസർ, ഫിൽറ്റർ ക്ലീൻ ഇൻഡിക്കേറ്റർ, 3 സ്റ്റേജ് ഫിൽട്രേഷൻ സിസ്റ്റം തുടങ്ങിയ അത്യാധുനിക സവിശേഷതകളോടെയാണ് പുതിയ ടർബോ ഇൻവെർട്ടർ AC എത്തുന്നത്. വേനൽ ചൂടിൽ വീടുകൾ കൂടുതൽ കൂളും കംഫർട്ടബിളുമാക്കുന്നതിനായി നിലനിർത്താൻ ടർബോ ഇൻവെർട്ടർ AC മികച്ച ചോയ്സ് ആണെന്ന് മൈജി ചെയർമാൻ AK ഷാജി പറഞ്ഞു. ലോഞ്ചിനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകളും മൈജിയും ഡേക്കിനും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. എക്സ്ചേഞ്ചിലൂടെ ഉപഭോക്താക്കൾക്ക് പഴയ AC-കളിൽ 6,000 രൂപ വരെയും ഫിനാൻസ് പർച്ചേസുകളിൽ ക്യാഷ് ബാക്ക് ഓഫറുകളും ലഭ്യമാണ്. മൈജി അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് രതീഷ് കുട്ടത്ത്, റീജിയണൽ വൈസ് പ്രസിഡന്റ് NK റാവു ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു.
ചരിത്രത്തിൽ ആദ്യമായി ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകാൻ ഇന്ത്യ. 2028 ലോക ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ഒഡീഷയിലെ ഭുവനേശ്വറിൽ കലിംഗ സ്റ്റേഡിയം സമുച്ചയത്തിൽ നടക്കും. പോളണ്ടിലെ ടോറൂണിൽ നടന്ന വേൾഡ് അത്ലറ്റിക്സ് കൗൺസിൽ യോഗത്തിലാണ് മത്സരത്തിന്റെ ആതിഥേയത്വ അവകാശം ഇന്ത്യക്ക് നൽകിയത്. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യൻ അത്ലറ്റിക്സിന്റെ വളർന്നുവരുന്ന നിലവാരത്തിന്റെ സൂചനയാണ് അംഗീകാരമെന്ന് അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രതികരിച്ചു. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.